പ്രിയപ്പെട്ടവരെ, ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു സഹോദരൻ അയച്ചു തന്ന ഒരു ആർട്ടിക്കിൾ, ഒരു മെസ്സേജാണ് ഞാനിവിടെ വായിക്കുന്നത്. ഇസ്ലാമിക ദവാലോകം വളരെ പ്രതിസന്ധിയിലാകാൻ പോകുന്ന ഒരു ആർട്ടിക്കിളാണിത്. നേരെ ആർട്ടിക്കിളിലേക്ക്. There are too many compelling reasons to invalidate Muhammad's claim as a true prophet of God. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകനാണ് എന്ന മുഹമ്മദിൻ്റെ അവകാശവാദത്തെ നിരാകരിക്കുന്ന ശക്തമായ തെളിവുകളുണ്ട്. However, since the lives of more than a billion Muslims are at stake because of their erroneous belief that Muhammad is a prophet of God, മുഹമ്മദ് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് we will use Quran itself to prove why Muhammad simply cannot be a true prophet. ഖുറാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മുഹമ്മദ് എന്തുകൊണ്ട് യഥാർത്ഥ പ്രവാചകനല്ല എന്ന് തെളിയിക്കും. It may come as a shocking surprise for Muslims to learn that both the Holy Bible and the Quran disqualify Muhammad as a prophet of the true God. അനേക മുസ്ലിം സഹോദരങ്ങൾക്ക് ഇതൊരു ഷോക്കായിരിക്കും. പരിശുദ്ധ ബൈബിൾ അനുസരിച്ചും ഖുറാൻ അനുസരിച്ചും മുഹമ്മദിൻ്റെ പ്രവാചകൻ എന്ന അവകാശവാദത്തെ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഖണ്ഡിക്കുന്നുവെന്ന്. വൈറ്റൽ എവിഡൻസസ് വിൽ ബി പ്രൊവൈഡഡ് ടു ഷോ ആസ് ടു വൈ അക്കോർഡിംഗ് ടു ഖുറാൻ ഇറ്റ് സെൽഫ് ഹി സിംപ്ലി കനോട്ട് ബി എ പ്രോഫറ്റ് ഓഫ് ട്രൂ ഗോഡ്. വളരെ വൈറ്റലായ പ്രാധാന്യമുള്ള തെളിവുകൾ, വിലപ്പെട്ട തെളിവുകൾ വെച്ചുകൊണ്ടാണ്, ഖുറാനിൽ നിന്നുള്ള തെളിവുകൾ വെച്ചുകൊണ്ടാണ് മുഹമ്മദിന് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുന്നത്. എ പ്രോഫറ്റ് ഓഫ് ഗോഡ് ഓഫ് അബ്രാഹം ഈ certainly is not. അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകനല്ല എന്ന്. കൺസിഡർ നൗ ദ എവിഡൻസ്. ഇതാണ് തെളിവുകൾ. സെഞ്ചുറീസ് ബിഫോർ ഖുറാൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ദ ഹോളി ബൈബിൾ സ്പീക്സ് ഓഫ് ദ കവനന്റ് ഓഫ് യാവേ വിത്ത് അബ്രാഹം, ഐസക് ആൻഡ് ജേക്കബ്. സെഞ്ചുറികൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഖുറാൻ എഴുതപ്പെടുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രാഹവും ഇസഹാക്കും യാക്കോബുമായിട്ടാണ് ദൈവം യാവേ ഉടമ്പടി വെച്ചത് എന്നുള്ള തെളിവുകളുണ്ട്. എക്സഡസ് പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-25. ആൻഡ് ഗോഡ് റിമെമ്പേർഡ് ഹിസ് കവനന്റ് വിത്ത് അബ്രാഹം, ഐസക് ആൻഡ് ജേക്കബ്. സോ ഗോഡ് ലുക്ഡ് ഓൺ ദ സൺസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഗോഡ് ടുക്ക് നോട്ടീസ്. അതിൽ പറയുന്നത് അബ്രാഹത്തിൻ്റെ മക്കളായ ഐസക്കിൻ്റെയും യാക്കോബിൻ്റെയും മേൽ അവിടുത്തെ വാഗ്ദാന പ്രകാരം അവിടുന്ന് കാരുണ്യപൂർവ്വം നോക്കി. 2 രാജാക്കന്മാർ 13-21 ഇങ്ങനെ പറയുകയാണ്. ബട്ട് ഗോഡ് വാസ് ഗ്രേഷ്യസ് unto them and had compassion upon them and turned to them because of his covenant with Abraham, Isaac and Jacob. ഇസ്രായേൽ ജനങ്ങളിലേക്ക് ദൈവം യാവേ തിരിയുവാനുള്ള കാരണം അവിടുന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയാണെന്നാണ്. He has remembered his covenant even forever, the world which he commanded to 1,000 generations, the covenant which he concluded with Abraham and his own statement to Abraham, Isaac and Jacob, which statement he kept standing as a statue even to Jacob, as an everlasting covenant to Israel. അവരിലൂടെ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബിലൂടെ നൽകിയ ആ ഉടമ്പടി ഇസ്രായേൽക്കാരിലേക്ക്, അതായത് തുടർന്ന് വരുന്ന ഗോത്രങ്ങളിലേക്ക് ദൈവം പാലിച്ചു പോന്നിരുന്നു. ഇൻ ഹാർമണി വിത്ത് ദ സ്റ്റേറ്റഡ് അബ്രഹാമിക് കവനന്റ്. Quran chapter 29 verse 27, Surah 29:27 affirms that the prophethood will remain in the lineage of Abraham, Isaac and Jacob. Given below are 4 different translations of Surah 29:27. ഇങ്ങനെയാണ് പറയുന്നത്. ഈ അബ്രഹാമിക് കവനന്റ്, ദൈവം അബ്രാഹവുമായി ചെയ്ത ഈ കവനന്റിനെ ഓർമ്മിപ്പിക്കുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഖുറാനിലുണ്ട്. തുടർന്ന് ഖുറാൻ 29-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൻ്റെ 4 ആധികാരിക ട്രാൻസ്ലേഷൻസുകളാണ് ഞങ്ങൾ നൽകുന്നത്. അതിലൊന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് as for Abraham be bestowed upon him Isaac and Jacob and caused prophethood and revelation to continue among his offering. 29-27 ഒരു വ്യാഖ്യാനം അനുസരിച്ച് അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെ മക്കൾക്കായി ഞാൻ പ്രവാചകത്വം മാറ്റിവെച്ചിരിക്കുന്നു. രണ്ടാമത്തെ വ്യാഖ്യാനം പിക്തോൾ. And we bestowed on him Isaac and Jacob, we established prophethood and the scripture among his seed. അബ്രാഹത്തിൻ്റെ പിൻവർത്തക്കാർക്കായി, ഡിസെൻഡൻസിനായി, ഐസക്കിനും ഇസഹാക്കിൻ്റെയും മക്കൾക്കായി പ്രവാചകത്വം നാം മാറ്റിവെച്ചു. അടുത്ത വ്യാഖ്യാനം. വി ഗ്രാൻറ്റഡ് ഹിം ഇഷഹാക്ക് ആൻഡ് യാക്കൂബ് ആൻഡ് കോസ്റ്റ് ദ പ്രോഫറ്റ്ഹുഡ് ദ ബുക്ക് ആൻഡ് ദ ബുക്ക് ടു റിമെയിൻ ഇൻ ഹിസ് സീഡ്. പ്രോഫറ്റ്ഹുഡും ജ്ഞാനോ ഗ്രന്ഥവും അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ തലമുറയിൽ, അത് ഷക്കീർ. ഇനി അടുത്തത്. ആൻഡ് വി ബിസ്റ്റൗഡ് ഇഷഹാക്ക് ആൻഡ് യാക്കൂബ് ടു ഹിം ആൻഡ് കെപ്റ്റ് ദ പ്രോഫറ്റ്ഹുഡ് ആൻഡ് ദ ബുക്ക് എമംഗ് ഹിസ് ഡിസെൻഡന്റ്. അടുത്ത വ്യാഖ്യാനവും അങ്ങനെ തന്നെ പറയുകയാണ്. ഈ സൂറ 29-27 മെൻഷൻസ് ദാറ്റ് prophethood and scriptures came
യുണീക്ക്ലി ത്രൂ ദ സീഡ് ഓഫ് ഐസക് ആൻഡ് ജേക്കബ്. കൃത്യമായിട്ടും സൂറ 29:27 അനുസരിച്ച് ഖുറാൻ 29-ാം അധ്യായം 27-ാമത്തെ വാക്യം ഐസക്കിൻ്റെയും ജേക്കബിൻ്റെയും പിന്മുറക്കാർക്കാണ് നൽകിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടും ഖുറാൻ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് Allah also declared in the above Quranic verse that the prophethood would remain in the lineage of Isaac and Jacob. In other words, കൃത്യമായും ആ പിന്മുറയിൽ നിൽക്കുമെന്ന്. ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, എനിവൺ ക്ലെയിമിംഗ് ടു ബി എ പ്രോഫറ്റ് ഓഫ് ഗോഡ് മസ്റ്റ് ബി ബോൺ ഇൻ ദ പ്രൊഫറ്റിക് റേസ്. ആരെങ്കിലും ദൈവത്തിൻ്റെ പ്രവാചകത്വം അവകാശപ്പെട്ടാൽ, മുൻ വേദങ്ങളെ ശരിവെക്കുന്നത് അവകാശപ്പെട്ടാൽ, ഈ പറഞ്ഞ തായ്വരിയിൽ വരണം, ആ പാരമ്പര്യത്തിൽ വരണം. സിൻസ് ദ ഖുറാൻ സ്റ്റേറ്റ് ദാറ്റ് പ്രോഫറ്റ്ഹുഡ് ബിലോങ്സ് എക്സ്ക്ലൂസീവ്ലി ടു ദ ഡിസെൻഡൻസ് ഓഫ് ഐസക് ആൻഡ് ജേക്കബ്. ഖുറാൻ പറയുന്നു പ്രോഫറ്റ്ഹുഡ്, പ്രവാചകത്വം, ഐസക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വി മസ്റ്റ് ദെൻ ആസ്ക് വെദർ മുഹമ്മദ് വാസ് ബോൺ ഇൻ ദ ലൈൻ ഓഫ് പ്രോഫറ്റ്സ്. ഇൻ അതർ വേർഡ്സ്, വാസ് ഹി ബോൺ ഇൻ ദ പ്രോഫറ്റിക് റേസ്. അവിടെ ചോദിക്കുന്നത്, ഇവിടെ ഇസ്ലാമിക ദവാ ലോകത്തിന് കൃത്യമായും തലവേദന ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അവിടെ പറയുകയാണ്, ഈ തലമുറയിൽ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറയിലാണോ, ആ പാരമ്പര്യത്തിലാണോ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ജനിച്ചത്, ഇസ്ലാമിലെ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ജനിച്ചത് എന്നുള്ളതാണ്. ഇനി ഇസ്മായിലിനെ കുറിച്ച് പറയുകയാണ്, മുസ്ലിം സ്കോളേഴ്സ് ക്ലെയിം ദാറ്റ് മുഹമ്മദ് വാസ് എ ഡിസെൻഡൻറ്റ് ഓഫ് ഇസ്മായിലിൻ്റെ പിന്മുറക്കാരാണ് എന്നാണ് മുസ്ലിം സ്കോളേഴ്സ് പറയുന്നത്. ബട്ട് ഇസ്മായിൽ ഈസ് എൻറ്റയർലി എക്സ്ക്ലൂഡഡ് ഇൻ ദ പ്രൊഫറ്റിക് ലൈൻ ഇൻ സൂറ 29-27. അതായത് ഖുറാൻ്റെ 29-ാം അധ്യായം 27 പ്രകാരം ഇസ്മായേൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറയുന്ന ആ കൂടത്തിൽ ഇസ്മായിലിനെ ചേർത്ത് വെച്ചിട്ടില്ല. ഇഫ് അള്ളാഹ് ഇൻറ്റൻസ് ടു ഇൻക്ലൂഡ് ഇസ്മായേൽ, ഹിസ് നെയിം വുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ഐസക് ആസ് ഹി വാസ് ഓൾഡർ ദാൻ ഐസക്. അപ്പം അള്ളാഹു ഇസ്മായേലിനെ ഈ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഐസക്കിനേക്കാളും മുതിർന്ന മൂത്ത കുട്ടിയായിരുന്നല്ലോ ഇസ്മായേൽ. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു ഇസ്മായേൽ, ഐസക് ആൻഡ് ജേക്കബ് എന്ന് വെച്ചേനെ 29-27 പ്രകാരം. അത് വെച്ചില്ല. ബട്ട് as it can be noted, സൂറ 29:27 completely omits any reference to ഇസ്മായേൽ. ഖുറാൻ അധ്യായം 29-27 ഈ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറയുന്നിടത്ത് ഇസഹാക്കിനേക്കാളും മൂത്തവനായ ഇസ്മായിലിനെ അള്ളാഹു ചേർത്ത് വെച്ചിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ വാസ് ടോട്ടലി ഇഗ്നോർഡ് ഇഫ് ഹി വാസ് ഇമ്പോർട്ടൻറ്റ് ആസ് മുസ്ലിം ക്ലെയിം ടു ബി. ഇവിടെ ഇസ്ലാമിക ലോകം പറയുന്നത് പോലെ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ സൂറയിൽ ഇസ്മായിലിൻ്റെ പേരും ചേർത്ത് വെച്ചേനെ എന്ന്. ദസ് ദ ഖുറാൻ ക്ലിയർലി ടീച്ചസ് ദാറ്റ് പ്രൊഫറ്റിക് ലൈൻ കെയിം ത്രൂ ഐസക് നോട്ട് ഇസ്മായിൽ. അങ്ങനെ ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്ന വാക്കാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്, ഞാനോ അതിന് ഉപയോഗിക്കുന്നു. ത്രൂ ഐസക് നോട്ട് ഇസ്മായിൽ. ഐസക് വഴിയാണ്, ഇസ്മായിൽ വഴിയല്ല. ഇഫ് മുഹമ്മദ് ഈസ് എ ഡിസെൻഡൻറ്റ് ഓഫ് ഇസ്മായിൽ, ദെൻ ഹി കനോട്ട് ബി ഡിസെൻഡൻറ്റ് ഓഫ് ഐസക് അറ്റ് ദ സെയിം ടൈം. മുഹമ്മദ് ഇസ്മായിലിൻ്റെ പിന്മുറയാണ് നിങ്ങൾ അവകാശപ്പെട്ടാൽ എന്താണ്, ഐസക്കിൻ്റെ, ഇസഹാക്കിൻ്റെ പിന്മുറയല്ല. ദസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് മുഹമ്മദ് ഈസ് നോട്ട് എ ഡിസെൻഡൻറ്റ് ഓഫ് ഐസക്, as Muhammad was neither a Jew nor a descendant of Isaac and Jacob. This automatically disqualifies him as a prophet of God. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, മുഹമ്മദ് ഇസ്മായിലിൻ്റെ പിന്മുറക്കാരനാണ് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിന്മുറയിൽ വരാത്തത് കൊണ്ടും ബൈബിളും ഖുറാനും ഒരേപോലെ പ്രവാചകത്വം അബ്രഹാത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ പിന്മുറക്കാരിലേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രവാചകരുടെ ലൈനിൽ നിന്ന് സ്വാഭാവികമായും മുഹമ്മദ് പുറത്തു പോകുമെന്നാണ്. സിൻസ് അക്കോർഡിംഗ് ടു ബോത്ത് ദ ബൈബിൾ ആൻഡ് ദ ഖുറാൻ ഓൾ ദ ട്രൂ പ്രോഫറ്റ്സ് കെയിം ഇൻ ദ ലൈൻ ഓഫ് അബ്രാഹം ത്രൂ ഐസക്, ദെൻ മുഹമ്മദ് കനോട്ട് ബി എ പ്രോഫറ്റ് ഓഫ് ട്രൂ ഗോഡ്. അപ്പം ബൈബിളും ഖുറാനും അനുസരിച്ച് യഥാർത്ഥ പ്രവാചകർ അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ ലൈനിൽ വന്നതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനായിരിക്കുവാൻ സാധിക്കുന്നതല്ല. ഇൻ ഫാക്ട് ദിസ് ഈസ് ഇൻ ഹാർമണി വിത്ത് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസ് ടു അബ്രാഹം ഇൻ ദ ബുക്ക് ഓഫ് ജനസിസ്. ഈ ഖുറാൻ്റെ അവകാശവാദം ഉൽപ്പത്തിയിലെ അബ്രാഹത്തിനോട് നൽകിയ വാഗ്ദാനവുമായി ചേർന്ന് പോകുന്നു. എന്നിട്ട് അദ്ദേഹം കോട്ട് ചെയ്യുകയാണ് ജനസിസ് 17:21. However, my covenant I shall establish with Isaac, whom Sarah will bear to you at this appointed time next year.
അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഞാൻ നീയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം നിനക്ക് കുട്ടിയെ ജനിക്കും. If Ishmael rather than Isaac was chosen or included in the origin of prophets, why was there only one alleged prophet from the line of Ismael? ഇനി ഇസ്മായേലും പ്രവാചക പാരമ്പര്യത്തിൽ വരുവാണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒറ്റ പ്രവാചകനിൽ നിൽക്കുമോ എന്നുള്ള ചോദ്യം അടുത്ത് ചോദിക്കുന്നത്. Why was there only one alleged prophet from the line of Ismael? Guess who that lone prophet was? ആരാണ് ആ ഒറ്റ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്നവൻ? ഇസ്മായിലിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ് ഇസ്മായിൽ. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ ഇസ്മായിലിനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇസ്മായിലിൻ്റെ പാരമ്പര്യത്തിൽ ധാരാളം പ്രവാചകരുണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ ഒരാൾ മാത്രമേ അവകാശപ്പെട്ടുള്ളൂ. ആ വ്യക്തി ആരാണ്? മുഹമ്മദാണ് എന്നാണ് പറയുന്നത്. ദ റെസ്റ്റ് മോസസ്, സാമുവേൽ, നഥാൻ, എലൈജ, എലീഷ, ഹോസിയ, ആമോസ്, ഐസായ, ജോന, ജോയൽ, ജീസസ്, മെനി അതേഴ്സ് വെർ ഓൾ ഇസ്രായേലൈറ്റ്സ്. ഇവരെല്ലാം യഹൂദരായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. All these prophets were descendants of Abraham through Isaac and Jacob, as it is shown in Surah 29:27. ഈ പ്രവാചകരെല്ലാം അബ്രാഹത്തിൻ്റെ മക്കളായിരുന്നു. ത്രൂ ഐസക് ആൻഡ് ജേക്കബ്, ഐസക്കും ഇസഹാക്കും യാക്കോബും വഴി. ഖുർആൻ അധ്യായം 29-27 പറയുന്നതനുസരിച്ച്, വൈ ഡിഡ് ഓൾ ദീസ് പ്രോഫറ്റ്സ് കം ഫ്രം ദ ലൈൻ ഓഫ് ഐസക് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് മുഹമ്മദ് ഹു ഡിസെൻഡഡ് ഫ്രം ഇസ്മായേൽ? അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും ബൈബിളിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള പാരമ്പര്യത്തിൽ നിന്നാണല്ലോ വരുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വൈ വാസ് ഇസ്മായിൽസ് നെയിം ലെഫ്റ്റ് ഔട്ട് അറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൊമെൻറ്റ് വെൻ ദ ഖുറാൻ റിവീൽഡ് ദ ലൈൻ ഓഫ് ദ പ്രോഫറ്റ്ഹുഡ്? എന്തുകൊണ്ടാണ് പ്രവാചകരുടെ ആ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ, ഇപ്പോൾ പലയിടത്തും അബ്രാഹാം, ഇസ്മായിൽ എന്നൊക്കെ പറഞ്ഞ് ഖുറാനിലുണ്ട്, യാക്കോബ് എന്നൊക്കെ പറഞ്ഞ്, അതല്ല ഇവിടെ ഈ ആർട്ടിക്കിൾ എഴുതി വ്യക്തി ചോദിക്കുന്ന ചോദ്യം വളരെ ഷാർപ്പാണ്. അദ്ദേഹം ചോദിക്കുന്ന ഇതാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ പറയുന്നത് പോലെ ഇസ്മായേലും മുഹമ്മദും എന്ന് പറയുന്ന ഇത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തിയാണെങ്കിൽ ഈ മുഹമ്മദിന് ഈ പ്രവാചക പാരമ്പര്യത്തിലേക്ക് വരത്തക്ക രീതിയിൽ എന്തുകൊണ്ട് അള്ളാഹു അറേഞ്ച് ചെയ്തില്ല? ഡിഡ് നോട്ട് Allah know that his great prophet would be born through the lineage of Ismail? അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു തൻ്റെ ഏറ്റവും വലിയ പ്രവാചകൻ ഇസ്മായിലിൻ്റെ പാരമ്പര്യത്തിൽ ജനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രവാചക പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പം ഇസ്മായിലിനെ കൂടെ ചേർത്ത് വെക്കുവാൻ അള്ളാഹുവിന് അറിവുകേട് മൂലമാണോ കഴിയാതെ പോയെന്ന ചോദ്യമാണ്. ദ ഫോളോയിങ് സൂറ ഓൾസോ കൺകേഴ്സ് വിത്ത് സൂറ 29-27. ഖുറാൻ 29-27 താഴേക്ക് വരുന്നതായ സൂറയും അധ്യായത്തിലെ വേഴ്സും ചേരുകയാണ്. ഖുറാൻ ചാപ്റ്റർ 45 വേഴ്സ് 16. And verily we gave the children of Israel the scripture and the command and the prophethood and provided them with good things and favored them above all peoples. ഇതിൻ്റെ 4 വ്യാഖ്യാനങ്ങൾ തുടർന്ന് വായിക്കുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട് 45-16 അനുസരിച്ച് നാം ഇസ്രായേൽക്കാരുടെ മക്കൾക്ക്, യാക്കോബിൻ്റെ സന്തതികൾക്ക് സ്ക്രിപ്ചർ, വേദം നൽകി, കൽപ്പന നൽകി, പ്രവാചകത്വം നൽകി, അവർക്ക് വേണ്ടതെല്ലാം നൽകി, എല്ലാ ജനതയെക്കാളും നാം അവരെ ശ്രേഷ്ഠരാക്കി. 45-16. 2-47. ഓ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, റിമെമ്പർ മൈ ഫേവർ wherewith I favored you and how I preferred you to all creatures. ഖുറാൻ 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനമേ, ഓർക്കുക നിങ്ങളോടുള്ള ഞാൻ കാണിച്ച ഫേവർ, കാരുണ്യം, കൃപ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠരാക്കിയത്. Further evidence in the Quran alluding the fact that prophethood belongs solely to the line of Jacob. ഇനി താഴേക്ക് വരികയാണ്. സൂറ 19:49. ഖുറാൻ 19-ാം അധ്യായത്തിന് 49-ാമത്തെ വാക്യം. So when we had withdrawn from them and that which they were worshipping beside Allah, we gave him Isaac and Jacob, each of them we made prophet. 19-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവർക്ക് അബ്രാഹം നാട് വിട്ടുപോയപ്പോൾ അബ്രാഹത്തിന് ഞാൻ ഐസക് എന്ന പുത്രനെയും ഐസക്കിൻ്റെ പുത്രനായ ജേക്കബിനെയും ഞാൻ നൽകിയെന്ന് പഠിപ്പിക്കുകയാണ്. ഇനി സൂറ 21-72 മുതൽ 73 വരെയാണ്. ആൻഡ് വി ബിസ്റ്റൗഡ് അപ്പോൺ ഹിം ഐസക് ജേക്കബ് as grandson. നാം അബ്രാഹത്തിന് ഐസക്കിനെയും പേരക്കിടാവായി ജേക്കബിനെയും നൽകി. ഈച്ച് ഓഫ് ദം വി മെയ്ഡ് റൈച്ചിയസ് ആൻഡ് വി മെയ്ഡ് ദം ചീഫ്സ് ഹു ഗൈഡ് ബൈ അവർ കമാൻഡ്.
and we inspired in them the doing of good deeds and the right establishment of worship and the giving alms, and they were worshippers of us alone. ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാക്കി അദ്ദേഹത്തിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഞാൻ മാറ്റി. ഇവിടെയും ഈ 21 72 മുതൽ 71 വരെ പറയുന്നിടത്തും ഇസ്മായിലിനെ ചേർത്ത് വെക്കുന്നില്ല. Once again we note that Ismail is not mentioned in the above Quranic verses. ഈ വായിച്ച വാക്യങ്ങളിലൊന്നും ഇസ്മായിലിനെ മെൻഷൻ ചെയ്യുന്നില്ല. Whereas recognition is given to both Isaac and Jacob. Why didn't Allah include Ismail in these verses, since Muslims claim that he is also prophet of Allah? അതുകൊണ്ട് ഇവിടെ മുസ്ലിംസ് മുഹമ്മദിയർ അവകാശപ്പെടുന്നത് പോലെ എന്തുകൊണ്ടാണ് ഈ പട്ടികയിലേക്ക് ഇസ്മായിലിനെ ചേർത്ത് വെക്കാത്തത്? വീണ്ടും ഖുറാൻ സ്റ്റേറ്റ്സ് ദാറ്റ് God gave Abraham a son and a grandson to live with him and made them both prophets. These two are the only ones mentioned as God's gift to Abraham, while Quran states that prophethood will come from Abraham at the same instant. It consistently states that it will be through Isaac and Jacob. Thus, they are the roots, the ancestry from which the race of prophets sprang. അതുകൊണ്ട് പറയാണ്, ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നു അബ്രാഹത്തിൻ്റെ പുത്രനും പേരക്കിടാവുമാകുന്ന അവരെ പ്രവാചകരാക്കി. ദീസ് ടു ആർ ദ ഓൺലി വൺസ് മെൻഷൻഡ്. ഇവർ മാത്രമാണ് ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ടും പ്രോഫറ്റ്ഹുഡ് ഉള്ളവരായിട്ടും അവകാശപ്പെടുന്നത്. ഹെൻസ് as far as Allah and the Quran concerned, the only true prophets are those who are the descendants of Isaac and Jacob. അതുകൊണ്ട് ഖുറാൻ അനുസരിച്ച്, അള്ളാഹ് പറയുന്നതനുസരിച്ച് അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരകളിൽ നിന്നുള്ളവരായിരിക്കും യഥാർത്ഥമായ പ്രവാചകർ. സോ ഇറ്റ് ഈസ് ടു ജസ്റ്റിഫൈ ദാറ്റ് മുഹമ്മദ് വാസ് എ ഫോൾസ് പ്രോഫറ്റ്. അതുകൊണ്ട് ഇതനുസരിച്ച് മുഹമ്മദ് പ്രവാചകത്വത്തിന് അർഹതയില്ല എന്നാണ് പറയുന്നത്. ഇസ്മായിലും അബ്രാഹും കൂടിയാണ് സൂറ 2 125 127 കാബ പണിയുന്നത്. അവിടെ എന്തില്ല? അവിടെയും അള്ളാഹു ഇസ്മായിലിൻ്റെയും അബ്രാഹത്തിൻ്റെ ഒപ്പം ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾ പറഞ്ഞതുപോലെ ഇസഹാക്കിനെ യാക്കോബിനെ ചേർത്ത് വെക്കുന്നില്ല. യാക്കോബിൻ്റെ ഇസഹാക്കിനെ ചേർത്ത് വെക്കുന്നില്ല. അപ്പോൾ ഇളയ കുട്ടിയെ കൂടാതെ മൂത്ത കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇളയ കുട്ടിയെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവിക ചേർത്ത് വെക്കുന്നതിന് കാരണം എന്നാ? കാബയുമായി ഇസഹാക്കിന് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഇനി 6-ാം അധ്യായത്തിൻ്റെ 84 ഇസഹാക്ക് നബിയെയും യാക്കോബ് നബിയെയും ആർക്ക് നൽകി? ഇസഹാക്കിനെയും യാക്കോബിനെയും അബ്രാഹത്തിന് നൽകി. ഞാൻ അവരെ മക്കളാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇസഹാക്ക് നബിയെയും പുത്രൻ യാക്കൂബ് നബിയെയും നാം നൽകി. അങ്ങനെയാണ് 6-ാം അധ്യായം 84 പഠിപ്പിക്കുക. 85 വരുമ്പം സക്രിയ, യഹിയ, ഈസ. ഒന്ന് ശ്രദ്ധിക്കണേ, ഖുറാൻ 6-ാം അധ്യായത്തിൻ്റെ 84 ഇസഹാക്ക് നബിയും യാക്കോബ് നബിയും ഒന്നിച്ചു വരുന്നു. അവിടെ ഇസ്മായിലില്ല. 6-ന്റെ 85 സക്രിയ, യഹിയ, ഈസ എന്നിവർ വരുന്നു. അവിടെയും ഇസ്മായിലില്ല. എന്നാൽ ഈ ഖുറാൻ 6-ാം അധ്യായത്തിന് തന്നെ 86-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഇങ്ങനെയാണ്, ഇസ്മായിൽ, അനിയസ്, യൂനസ്, ലൂത്ത് ഇവരോടൊപ്പമാണ് ഇസ്മായിലിനെ ഖുറാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾ പറഞ്ഞിരുന്നു, അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ വാക്യങ്ങൾ. അത് ഖുറാൻ 6-ന്റെ 84 ഇസഹാക്കും യാക്കോബുമുണ്ട്. 6-ന്റെ 85 സക്രിയ, യഹിയ, ഈസായുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 86 ലൂത്ത് നബിയോടൊപ്പമാണ് ഇസ്മായിലിനെ പ്രഖ്യാപിക്കുന്നത്. ഇനി 19-ാം അധ്യായത്തിലോട്ട് വന്നോളൂ. 19-ാം അധ്യായത്തിൻ്റെ 49 ഇസഹാക്ക്, യാക്കോബ് എന്നീ പ്രവാചകരെ നൽകി. അവിടെ നോ ഇസ്മായേൽ. 19-ന്റെ 49 അങ്ങനെ അവരെയും അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവരെയും വെടിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നാം ഇസഹാക്കിനെയും മകൻ അയൂബിനെയും നൽകി. ഓക്കെ, അവരെയൊക്കെ നാം പ്രവാചകരാക്കുകയും ചെയ്തു. അവിടെയും ഇസ്മായിലില്ല. ഖുറാൻ 19-49. ഇനി ഖുറാൻ 19-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മൂസയെയും സഹോദരൻ ഹാരോനിനെയും പ്രവാചകനാക്കി. 54-ാമത്തെ വാക്യത്തിൽ ഇസ്മായിലിനെ പറ്റിയുള്ള വിവരം പറഞ്ഞു കൊടുക്കുക. 54 വരുമ്പോൾ ഇസ്മായിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതൊക്കെ യാദൃശ്ചികമാണോ? ഇതൊന്നും യാദൃശ്ചികമല്ല. അപ്പം 49-ൽ ഇസഹാക്കും യാക്കോബും, 51 മുതൽ 53 വരെ മോശയും ഹാരോണും ഒക്കെ അടങ്ങുന്ന ഇവർ വരുന്നു. 19-ന് 54-ൽ ഇസ്മായിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒറ്റ വാക്യം കൂടി വായിച്ച് നിർത്തുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 72-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നു, അദ്ദേഹത്തിന് നാം ഇസഹാക്കിനെ പ്രദാനം ചെയ്തു, പുറമെ പൗത്രൻ അയൂബിനെയും അവരെയെല്ലാം നാം സദ്വൃത്തരാക്കി. 21-ന്റെ 72. ഇനി അത് താഴോട്ട് വരുമ്പം അങ്ങനെ പറഞ്ഞത് ലൂത്തിന് നാം
വാഗ്ദത്തത്വവും വിജ്ഞാനവും നൽകി. 76 നൂഹിനെ കുറിച്ച് പറയുകയാണ്. ഇനി മുമ്പോട്ട് വരുമ്പോൾ 78 21 അധ്യായത്തിൽ തന്നെ 72 മുതൽ ഇപ്പോൾ 78 ദാവൂദിനെയും സുലൈമാനെയും കുറിച്ച് പറയുന്നു. ഇനി നിങ്ങൾ താഴോട്ട് വരുമ്പോൾ 81 സുലൈമാനെ കുറിച്ച് പറയുന്നു. ഖുറാൻ 71-83 വരുമ്പോൾ അയൂബിനെ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നു. 85 വാക്യത്തിൽ വരുമ്പോഴാണ് ഇസ്മായേലിനെയും ഇദ്രീസിനെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ ഖുറാൻ 21 അധ്യായത്തിലും 72 വാക്യത്തിൽ അബ്രഹാവും ഇസഹാക്കും യാക്കോബിൻ്റെയും കൂടെ ഇസ്മായേലില്ല എന്നുള്ളതാണ്. 19 അധ്യായത്തിന് 49 അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ കൂടെ ഇസ്മായിലില്ല എന്നുള്ളതാണ്. 6:84 അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ കൂടെ ഇസ്മായിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വിമർശകരായ സക്കീർ നായിക്കും മുഹമ്മദ് ഇസ എം അക്ബറിനെ പോലെയുള്ളവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ വീഴാതെ നിങ്ങളുടെ പ്രമാണങ്ങൾ, പ്രിയപ്പെട്ട മുഹമ്മദീയ സഹോദരങ്ങളെ, ഒന്ന് വായിച്ചു നോക്കുവാനും ഈ പ്രമാണങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരം വൈരുദ്ധ്യങ്ങൾ വന്നു, യഥാർത്ഥ പ്രവാചകത്വം എന്തുകൊണ്ട് അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ പിന്മുറക്കാരിലേക്ക് വെച്ചിരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മുൻവേദങ്ങളിൽ പറയപ്പെടാത്തതും പ്രവാചകർക്കിടയിൽ തിരിച്ചു വ്യത്യാസം കാണിക്കുന്നതും അള്ളാഹുവിന് സ്വയം പങ്കുകാരനായി മാറിയതുമായ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വെട്ടിത്തിരുത്തലുകളും ഈ വൈരുദ്ധ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒപ്പം ഈ വെട്ടിത്തിരുത്തലുകളും വൈരുദ്ധ്യങ്ങളും സത്യമന്വേഷിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ എന്നും, അങ്ങനെ ആ സത്യാന്വേഷണം ദൈവം സ്നേഹമാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിക്കുകയും കാൽവരി കുരിശിൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃക കുരിശിൽ തറച്ചപ്പോഴും ഒറ്റിക്കൊടുത്തപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ദൈവം സ്നേഹമാകുന്നുവെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ സത്യത്തിന് ദൈവം സ്നേഹമാകുന്നുവെന്ന സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെ വൈരുദ്ധ്യങ്ങളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, നാടുവിട്ടു പോകാൻ ആവശ്യപ്പെടാത്ത, ഒരു നിലയ്ക്കും അസഹിഷ്ണുത ആവശ്യപ്പെടാത്ത, മതരാഷ്ട്രം അടിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെടാത്ത ദൈവം സ്നേഹമാണെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തി ക്രിസ്തുയേശുവിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള ഈ വൈരുദ്ധ്യങ്ങളും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില സത്യത്തിലേക്കുള്ള സൂചനകളും മൂലം എത്തിച്ചേരുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.